അസ്സലാമു അലൈക്കും പ്രിയ സഹോദരങ്ങളെ. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മളെ എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ. ഇന്നൊരു ദിക്ർ പറയുന്നത്, ദുഃഖം, വിഷമം, ഭയം, ആശങ്ക എന്തു വന്നാലും നമുക്ക് ചൊല്ലാൻ വേണ്ടി നബി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മനോഹരമായ ഒരു ദിക്റാണ്. പലപ്പോഴും നമുക്ക് ഇങ്ങനെ തോന്നാറുണ്ട്, എത്ര ശ്രമിച്ചിട്ടും കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ല, മനസ്സിന് സമാധാനം കിട്ടുന്നില്ല. അത്തരം സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞ്, അള്ളാഹുവിനെ ഓർത്ത് ഈ ദിക്ർ ചൊല്ലൂ. വീട്ടിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്. കുട്ടികളുടെ പഠനം, സാമ്പത്തിക ബുദ്ധിമുട്ട്, മാനസികമായ ബുദ്ധിമുട്ട്, ശാരീരികമായ ബുദ്ധിമുട്ട്, അസുഖങ്ങളൊന്നും ഒഴിയുന്നില്ല. എപ്പോഴും പ്രയാസങ്ങളും മനപ്രയാസങ്ങളും, മക്കളെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചും ബന്ധുക്കളെക്കുറിച്ചും ഒക്കെ എപ്പോഴും മനസ്സിലെപ്പോഴും വേവലാതിയും ചിന്തയുമാണ്. അതിന് പരിഹാരമായി ഈ ദിക്ർ ദിവസവും ചൊല്ലിയാൽ ഹൃദയത്തിൽ നിന്ന് ദിവസവും ചൊല്ലി മനസ്സമാധാനം ലഭിക്കുകയും പ്രശ്നങ്ങൾ മാറിക്കിട്ടുകയും വിഷമങ്ങൾ മാറിക്കിട്ടുകയും ചെയ്യും. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി റബ്ബുൽ അർളി റബ്ബുൽ അർശിൽ കരീം. ഈ ദിക്ർ പതിവായി ചൊല്ലുക. ഈ ദിക്റിൽ ഒരുപാട് അർത്ഥങ്ങൾ വരുന്നുണ്ട്. അള്ളാഹു അല്ലാതെ ആരും ആരാധനയ്ക്ക് യോഗ്യനല്ല. അവൻ മഹത്തായതും ക്ഷമയുള്ളവനുമാണ്. അവൻ മഹത്തായ അർശിൻ്റെ രക്ഷിതാവാണ്. ആകാശങ്ങളുടെയും ഭൂമികളുടെയും റബ്ബ്, മഹത്വത്തിൻ്റെ അർശാണ് റബ്ബ്. ഈ ദിക്ർ ചൊല്ലുന്നതിലൂടെ ഒരുപാട് പ്രതിഫലങ്ങൾ കിട്ടുന്നതാണ്. മനസ്സിൽ ദുഃഖങ്ങളും കഷ്ടതകളും പ്രയാസങ്ങളും തോന്നുമ്പോൾ 33 പ്രാവശ്യം ചൊല്ലുക. ഈ ദിക്ർ ചൊല്ലുന്നതിലൂടെ പാപമോചനം, വലിയ പ്രതിഫലം നേടാൻ കഴിയും. അള്ളാഹുവിൽ തൗഹീദും വിശ്വാസവും ശക്തമാകാൻ കഴിയും. പ്രയാസ സമയത്തും കഷ്ടകാല സമയത്തും നമ്മുടെ ഭയവും ദുഃഖവും വിഷമങ്ങളും കുറഞ്ഞു വരും. ധൈര്യം വരികയും ചെയ്യും. മനസ്സ് ശാന്തി ലഭിക്കും. ഈ ദിക്ർ ചൊല്ലിയതിന് ശേഷം അവസാനം യാ അല്ലാഹ് ദുആ ചെയ്യുക. നമ്മുടെ എന്താണോ ആവശ്യങ്ങൾ അതെല്ലാം പറഞ്ഞ് ദുആ ചെയ്യുക. യാ അല്ലാഹ്, എൻ്റെ കഷ്ടം നീക്കി തരണമേ. ഈ ദിക്ർ എത്ര കാര്യങ്ങൾ ശരിയാകും, എത്ര ശ്രമിച്ചിട്ടും കാര്യങ്ങൾ ശരിയാകുന്നില്ല എങ്കിൽ ഈ ദിക്ർ ചൊല്ലി നോക്കൂ. 33 പ്രാവശ്യം ചൊല്ലി ദുആ ചെയ്ത് നോക്ക്. അല്ലാഹു തആല അത് സ്വീകരിക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. ഈ ദിക്ർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്. അവനോട് തിരിഞ്ഞാൽ ഹൃദയത്തിന് സമാധാനം ലഭിക്കും, ശാന്തി നിൽക്കും. ലഭിക്കാത്ത ആനന്ദമൊന്നുമില്ല. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം.